Dear students, today we are talking about factors affecting entrepreneurial growth. Entrepreneurship is influenced by 5 distinct factors. In areas where these factors are present, you can expect to see strong and consistent entrepreneurial growth. പ്രധാനമായിട്ടും 5 ഫാക്ടേഴ്സാണ് ഓൺട്രപ്രണർഷിപ്പിന് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണോ ഈ ഫാക്ടേഴ്സ് പ്രസൻ്റ് ആവുന്നത് അവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, എൻ്റർപ്രണോറിയൽ ഗ്രോത്ത് കാണാൻ സാധിക്കും. These conditions may have both positive and negative influence on emergence of entrepreneurship. Positive influence constitute facilitative and conducive condition for the emergence of entrepreneurship, whereas negative influences create inhibiting milieu to the emergence of entrepreneurship. ഈ കണ്ടീഷൻസിനെല്ലാം പ്രധാനമായിട്ടും 5 ഫാക്ടേഴ്സ് ആണുള്ളതുകൊണ്ട് അതിൽ ഒരുപാട് സബ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഈ ഫാക്ടേഴ്സിനെല്ലാം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ പ്രസൻ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അവിടെ ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ത് ചെയ്യുന്നു, എമേർജ് ചെയ്യുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇത് എൻ്റർപ്രണർഷിപ്പിനെ എന്ത് ചെയ്യുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു, അതിനെ ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു കണ്ടീഷനാവുന്നു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ ഏതൊരു ഫാക്ടറിനും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 5 ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ദീസ് ആർ ദി 5 ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ദ എൻ്റർപ്രണോറിയൽ ഗ്രോത്ത്. ദേ ആർ psychological factors, cultural factors, social factors, economic factors, and finally personality factors. The first one is psychological factors. Entrepreneurship is a psychological matter. An entrepreneur is hungry not only for money but also for achieving goals and prestige. എന്താണ് ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അതേപോലെ തന്നെ റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സൈക്കോളജിക്കൽ അഫയേഴ്സ് ആണ്. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് മണി ഉണ്ടാക്കുക എന്ന് മാത്രമായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക, അദ്ദേഹത്തിന് പ്രസ്റ്റീജ് നേടുക എന്നുള്ളതൊക്കെയും അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഗോളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. പീപ്പിൾ ഹാവിങ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് വിൽ ബി സോ മച്ച് സെൽഫ് കോൺഫിഡൻറ്റ് ദാറ്റ് ദേ ഡു നോട്ട് ബിലീവ് ഇൻ മിയർ ലക്ക്. അതായത് എന്തെങ്കിലും ഒന്ന് നേടണം എന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ആ ഒരു നീഡ് ഉള്ള ഒരു വ്യക്തി, നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ഉള്ള വ്യക്തി സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കും. അദ്ദേഹം മിയർ ലക്കിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അപ്പോൾ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഹൈ ആയിട്ടുള്ള ആളുകൾ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. ദെൻ സെക്കൻഡ് വൺ, പേഴ്സണൽ മോട്ടീവ് ഓർ എക്സ്പെക്റ്റേഷൻ. എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ് പേഴ്സണൽ മോട്ടീവ് ഓർ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ഫ്രം ദ ചൈൽഡ്ഹുഡ് ബിൽ ഗേറ്റ്സ് ഹാഡ് എ സ്ട്രോങ് മോട്ടീവ് ടു സ്റ്റാർട്ട് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ബിക്കം റിച്ച്. അതായത് നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ബിൽ ഗേറ്റ്സിന് ചൈൽഡ്ഹുഡിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിലൂടെ റിച്ച് ആവണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുണ്ടായിരിക്കണം, ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകണം. ഞാൻ ഇന്നതാവണം, ഞാനൊരു റിച്ച് ആയിട്ടുള്ള ഒരാളാവണം, നല്ല ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടാവണം. അതാണ് ആ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ റെക്കഗ്നീഷൻ, തേർഡ് വൺ, recognition. Many people are motivated by recognition. For getting recognition, individuals shall perform independently. അല്ലേ, റെക്കഗ്നീഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ എങ്ങനെ വേണമെങ്കിലും പെർഫോം ചെയ്യാൻ റെഡിയാണ്. അത് എത്ര ഹൈ ലെവലാണെങ്കിലും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെങ്കിലും, ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകളാണ് സമൂഹത്തിലുള്ളത്. അപ്പോൾ റെക്കഗ്നീഷനാണ്, റെക്കഗ്നീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഗുഡ് എൻ്റർപ്രണർ ആണെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കുക, റെക്കഗ്നീഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു, ഒരു എൻ്റർപ്രണോറിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. ദെൻ നീഡ് ഫോർ അതോറിറ്റി. നീഡ് ഫോർ അതോറിറ്റി, നീഡ് ഫോർ അതോറിറ്റി എന്നാണ്. നീഡ് ഫോർ authority will inspire men to work. Those who want authority like to become entrepreneur.
അതായത് അതോറിറ്റി വേണം, നമ്മുടെ കയ്യിൽ അതോറിറ്റി വേണം എന്ന ആഗ്രഹമുള്ളൊരു വ്യക്തി ഓൺട്രപ്രണർ ആവാൻ സാധിക്കും. കാരണം ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിസ് ബോസ് അല്ലേ? എൻ്റർപ്രണർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ഒരു അതോറിറ്റി വേണം എന്നുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയും ആരായി മാറുന്നു? ഓൺട്രപ്രണറായി മാറുന്നു. ദീസ് ആർ ദി 4 psychological factors. First one, need for achievement, personal motives or expectation, recognition, need for authority. Second one, cultural factors. Cultural factors have an important role in shaping human behavior and attitude. ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്നതിലും അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിലും ഏറ്റവും ക്രിട്ടിക്കൽ റോളുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കൾച്ചർ കൺസിസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ മാൻമെയ്ഡ് ഒബ്ജക്റ്റീവ് ലൈക്ക് ഫർണിച്ചർ, ബിൽഡിംഗ് എക്സെട്ര. ഇൻടാഞ്ചിബിൾ കോൺസെപ്റ്റ് ലൈക്ക് ലോ, മോറൽസ്, നോളേജ് എക്സെട്ര. വാല്യൂസ് ആൻഡ് ബിഹേവിയർ ആക്സെപ്റ്റബിൾ വിത്തിൻ ദി സൊസൈറ്റി. ദെൻ ഈ ഒരു 3 കോമ്പണൻറ്റ്, ടാഞ്ചിബിൾ മാൻമെയ്ഡ് ഒബ്ജക്റ്റ്, ഇൻടാഞ്ചിബിൾ ഒബ്ജക്റ്റ് ആൻഡ് വാല്യൂസ് ആൻഡ് ബിഹേവിയർ ആക്സെപ്റ്റഡ് ബൈ ദി സൊസൈറ്റി, ഈ 3 ഫാക്ടറും കൂടി കൂടുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൾച്ചറൽ ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, കൾച്ചർ ഇറ്റ് സെൽഫ്. കൾച്ചർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ആക്സെപ്റ്റഡ് വാല്യൂസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഒരു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ സർട്ടൈൻ കൾച്ചർ എന്താണ്? എൻ്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. സർട്ടൈൻ കൾച്ചർ അതിനെ എന്ത് ചെയ്യുന്നതായിരിക്കും? പ്രൊമോട്ട് ചെയ്യാത്തതായിരിക്കും. അപ്പോൾ ആ ഒരു കൾച്ചർ ഏതിനെ അഫക്റ്റ് ചെയ്യുന്നു? എൻ്റർപ്രണോറിയൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, റിലീജിയസ് ബിലീഫ്. Entrepreneurship is a function of religious belief and the impact of religion shape the entrepreneurial culture. എന്താണ് ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. സെർട്ടൈൻ റിലീജിയൻ എൻ്റർപ്രണർഷിപ്പിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. സെർട്ടൈൻ റിലീജിയൻ അതിന് എന്ത് ചെയ്യുന്നില്ല? സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ റിലീജിയൻ, ഈ എൻ്റർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന റിലീജിയനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നു? എൻ്റർപ്രണോറിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. ദെൻ മൈനോറിറ്റി ഗ്രൂപ്പ്. മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പുകളാണ്. ദെൻ ഒരു കൾച്ചർ വിത്തിൻ ദ കൾച്ചർ എന്ന് നമുക്ക് പറയാം മൈനോറിറ്റി ഗ്രൂപ്പിന്. ഇൻ മെനി കൺട്രീസ് എൻ്റർപ്രണേഴ്സ് ഹാവ് എമർജ്ഡ് ഫ്രം എ പർട്ടിക്കുലർ സോഷ്യോ ഇക്കണോമിക് ക്ലാസ്സസ്. അതായത് ഈ ചില സ്ഥലങ്ങളിൽ ജ്യൂസ് അതേപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്, ഒരു ചില മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഒക്കെയാണ് ആരായിട്ട് വരുന്നത്? ഈ പറയുന്ന എൻ്റർപ്രണേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എൻ്റർപ്രണറിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. നമുക്കറിയാം ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ് അല്ലേ? സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ഈസ് ദ ഗൈഡിങ് ഫാക്ടർ which guide the entrepreneur to engage in activity that can bring more and more പ്രോഫിറ്റ്. അത് ആ ഒരു ക്യാപിറ്റലിസം എന്നുള്ളൊരു സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തി ആ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ഗോളായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കൂടുതലായിട്ട് എന്ത് കൊണ്ടുവരുന്നു? ഇന്നൊവേഷൻ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് എൻ്റർപ്രണോറിയൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുന്നു. അങ്ങനെ തന്നെ എന്തുണ്ടാവുന്നു? എൻ്റർപ്രണോറിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. Okay, these are the 4 cultural factors: culture, religious belief, minority group and spirit of capitalism. Third factor is social factor. Social factor have a tremendous influence on the growth of entrepreneurship. According to Robert Owen is the father of cooperation. The character was not inherent in man, but was the outcome of the impact of the social system on the individual. എന്താണ്? സോഷ്യൽ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അതിനു വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കോപ്പറേഷൻ്റെ ഫാദറായിട്ടുള്ള റോബർട്ട് ഓവൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ജനിക്കുമ്പോൾ ഒരു വ്യക്തിയും നൈദർ ഗുഡ് നോർ ബാഡ്, ഗുഡും അല്ല ബാഡും അല്ല. ഇറ്റ് വാസ് ദ സർക്കംസ്റ്റാൻസസ്. ഏത് സർക്കംസ്റ്റാൻസസിലാണോ ആ വ്യക്തി ജീവിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്, ആ സർക്കംസ്റ്റാൻസസ് ആണ് ആ വ്യക്തിയെ നല്ലതും ചീത്തയാക്കി മാറ്റുന്നത്. ആ ഒരു സോഷ്യൽ സറൗണ്ടിങ്സ് ആണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യൽ ഫാക്ടർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലെജിറ്റിമസി ഓഫ് എൻ്റർപ്രണർഷിപ്പ്. Legitimacy of entrepreneurship means there are certain system of norms and values
within a socio-cultural setting is responsible for the emergence of entrepreneurship. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ certain socio-cultural സെറ്റിങ്സിൽ അവരുടേതായിട്ടുള്ള കുറച്ച് നോംസും വാല്യൂസും ഒക്കെ ഉണ്ട്. ആ നോംസ് ആൻഡ് വാല്യൂസിനെയാണ് നമ്മൾ ലെജിറ്റിമസി ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന നോംസ് ആൻഡ് വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നു? എൻ്റർപ്രണോറിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. ദെൻ സെക്കൻഡ് വൺ, സോഷ്യൽ മാർജിനാലിറ്റി. Then social marginality means the condition under which social marginality is likely to promote entrepreneurship are largely determined by two factors. First one, legitimacy of entrepreneurship. Second one, social mobility. ഈ രണ്ട് ഫാക്ടർ കൂടുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മാർജിനാലിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ലെജിറ്റിമസി ഓഫ് എൻ്റർപ്രണർഷിപ്പ്. അത് ഓൾറെഡി പറഞ്ഞു. ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന നോംസിനെയാണ് നമ്മൾ ലെജിറ്റിമസി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, സോഷ്യൽ മൊബിലിറ്റി. ചില സൊസൈറ്റിയൊക്കെ എന്താണ്, റിലീജിയസ് വളരെ എന്താ പറയുക, ഓർത്തഡോക്സ് റിലീജിയസ് ബിലീഫ് ഉള്ളവരാണെങ്കിൽ അവരൊന്നും സോഷ്യൽ മൊബിലിറ്റിക്ക് എന്ത് കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല, എൻ്റർപ്രണോറിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു ലെജിറ്റിമസി ഓഫ് എൻ്റർപ്രണർഷിപ്പ് പ്ലസ് സോഷ്യൽ മൊബിലിറ്റിയാണ് നമ്മൾ സോഷ്യൽ മാർജിനാലിറ്റി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, ഫാമിലി, റോൾ മോഡൽസ് ആൻഡ് അസോസിയേഷൻ വിത്ത് സിമിലർ ടൈപ്പ് ഓഫ് individuals. If an individual has a supportive family, he or she is more likely to become an entrepreneur. നമ്മൾ വുമൺ എൻ്റർപ്രണർ ഒക്കെ പറഞ്ഞിരുന്നു. അവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ബാരിയർ എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ഫാമിലി ഇല്ലാത്തതാണ്. അപ്പോൾ ഒരു സപ്പോർട്ടീവ് ഫാമിലി ഉണ്ടെങ്കിൽ ഒരു വ്യക്തി ആരായി മാറാൻ സാധ്യതയുണ്ട്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണറായി മാറാൻ സാധ്യതയുണ്ട്. സിമിലർലി, if an individual has role model who have been successful in entrepreneurship, certainly he may be motivated to start ventures. അതേപോലെ ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ തന്നെ പുതിയൊരു ബിസിനസ് തുടങ്ങി അതിൽ സക്സസ് ആയ ഒരു വ്യക്തിയായിട്ടുള്ള അസോസിയേഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും ഈ പറയുന്ന അസോസിയേഷനുള്ള വ്യക്തിയും ഓട്ടോമാറ്റിക്കായിട്ടും ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ സക്സസ് ആവുകയും ചെയ്യും. ദെൻ കാസ്റ്റ് സിസ്റ്റം. റിലീജിയൻ ആൻഡ് കാസ്റ്റ് ഷേപ്പ് domestic, economic and political institution. The performance of an individual entrepreneur are directly and indirectly inspired by religious ideals. അല്ലേ, ഒരു വ്യക്തിയുടെ അത് ഏത് ഫീൽഡിലാണെങ്കിലും, എൻ്റർപ്രണർഷിപ്പിൽ മാത്രമല്ല ഏത് ഫീൽഡിലാണെങ്കിലും ആ വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ബിലീഫ് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തെ എന്ത് ചെയ്തിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, occupation. The environment of the family prepares its member for certain type of business, profession or occupation. എന്താണ് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ആ ഒരു വ്യക്തി ജനിച്ച ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് ആ വ്യക്തിയെ എന്തായി മാറണം, ഏത് പ്രൊഫഷൻ സെലക്ട് ചെയ്യണം എന്ന് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ഒരു കാർപ്പൻ്റർ, ആ കാർപ്പൻ്ററുടെ കുട്ടി കാർപ്പൻ്റർ ആയിരിക്കണം എന്നുള്ള ഒരു ഓൾഡ് നോംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ആ ഒരു ഫാമിലി അതിൽ മാറ്റം വരുത്തുകയും ചെയ്യാം കേട്ടോ. അത് ആ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ജനിക്കുന്ന ഫാമിലിയാണ് ഒരു വ്യക്തിയുടെ എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഓക്യുപ്പേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ qualification. Education and technical qualification play greater role in influencing entrepreneurship. In fact, education, entrepreneurship and development are interrelated. That is, education is best means of developing man's resourcefulness, which encompasses different dimensions of entrepreneurship. ഒരു എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണ് എൻ്റർപ്രണർ ആവാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എൻ്റർപ്രണർഷിപ്പിൻ്റെ എല്ലാ തലങ്ങളിലൂടെയും കടന്നു പോവുകയും ഒരു വ്യക്തിയുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യാൻ വ്യക്തിയെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. ദെൻ സോഷ്യൽ സ്റ്റാറ്റസ്. Every human being aspires for a high social status, and once he achieves a reasonable level, his aspiration and desire for it start getting multiplied. എന്താണ് സോഷ്യൽ സ്റ്റാറ്റസ്? ഒരു ഓൺട്രപ്രണർക്ക് സൊസൈറ്റിയിൽ നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നു, എൻ്റർപ്രണറിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. അതേസമയം
ഒരു ഓൺട്രപ്രണർ ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആണ് എന്ന് പറയുമ്പോൾ ആ ഒരു സൊസൈറ്റി ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടിയാണ് കാണുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല, എൻ്റർപ്രണറിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ദെൻ ലാസ്റ്റ്ലി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Social responsibility is the obligation to the society in which the business enterprise operate. An entrepreneur generate employment for others besides helping himself. Entrepreneur who are responsive to need of the community become successful. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തിയാണ്, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു, പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുന്നു, ദെൻ കൾച്ചറൽ ഈവൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഉറപ്പായിട്ട് എന്തായിരിക്കും, സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് സോഷ്യൽ ഫാക്ടേഴ്സ്. ദേ ആർ legitimacy of entrepreneurship, social marginality, family, role models and association with similar type of individuals, caste system, occupation, education and technical qualification, social status, social responsibility. Okay, then next one, economic factors. Economic factors also influence the growth of entrepreneurship. The important economic factors are, first one, infrastructural facilities. Entrepreneurship development requires certain basic infrastructure such as power, transportation, communication, technical information, etc. അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ ഒരിക്കലും എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അവൈലബിലിറ്റി. സെക്കൻഡ് വൺ, അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. ഫിനാൻസ് ഈസ് കൺസിഡേർഡ് ആസ് ദി lifeblood of business organization. Capital is required to obtain material, machinery, equipment, etc. So the availability of the finance also influence the development of entrepreneurship. The lack of financial resources discourage the youth and the potential entrepreneurs to start new ventures. അപ്പോൾ ക്യാപിറ്റലിൻ്റെ അവൈലബിലിറ്റി, അത് ക്യാപിറ്റൽ അവൈലബിൾ ആണെങ്കിൽ ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. ദെൻ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് നോ ഹൗ. നമുക്കറിയാം ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിന് ആവശ്യമായ മെറ്റീരിയൽ വേണം അല്ലേ. എൻ്റർപ്രണർഷിപ്പ് ഈസ് എൻകറേജ് ഓൺലി ഇഫ് ദർ ഈസ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ആൻഡ് നോ ഹൗ. Quality of product always depends upon quality of material used. Then easy availability of material attract more individuals towards entrepreneurship. അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് നോ ഹൗ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അക്വയർ നോ ഹൗ ഫ്രം ഫോറിൻ കൺട്രീസ്. നമുക്കറിയാം ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ഈ ഒരു ടെക്നിക്കൽ നോ ഹൗ അക്വയർ ചെയ്യുക എന്നുള്ളത് എന്താണ്, വളരെ ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി ഇൻ ലെസ് അഡ്വാൻസ്ഡ് കൺട്രീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദസ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് നോ ഹോ ഇൻഫ്ലുവൻസ് ദി എൻ്റർപ്രണറിയൽ ഗ്രോത്ത്. അതായത് നമുക്ക് മെറ്റീരിയൽ വേണം, അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ നോ ഹോ വേണം. അപ്പോൾ ഈ ഒരു നോ ഹോ നമുക്കൊരു ഫോറിൻ കൺട്രീസ് നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ചെയ്തെങ്കിൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. Then labor condition. The quality rather than quantity of labor is another factor which influence the emergence of growth of entrepreneurship. നമുക്കറിയാം ഈ ഒരു അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ പോസിറ്റീവ്ലി അഫക്റ്റ് ദ എൻ്റർപ്രണേഴ്സ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തൊക്കെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ അവരുടെ ഒരു എഫിഷ്യൻസി, അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, പുവറാണെങ്കിൽ അത് എൻ്റർപ്രണർഷിപ്പിനെ എന്ത് ചെയ്യുന്നു, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അതേസമയം ക്വാളിറ്റി ലേബർ ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ അത് എൻ്റർപ്രണറിയൽ ഗ്രോത്തിനെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, മാർക്കറ്റ്. ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദി മാർക്കറ്റ് ഇൻഫ്ലുവൻസ് എൻ്റർപ്രണർഷിപ്പ് ഇൻ ദെയർ ഓൺ വേസ്. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡുള്ളൊരു മാർക്കറ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നു, എൻ്റർപ്രണറിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. ദെൻ സപ്പോർട്ട് സിസ്റ്റം. എബിലിറ്റി, ഇനീഷ്യേറ്റീവ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ആർ എസെൻഷ്യൽ പ്രീറെക്വിസിറ്റ് ഫോർ എൻ്റർപ്രണർഷിപ്പ്. സപ്പോർട്ട് സിസ്റ്റം ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർച്ച്, ട്രെയിനിങ് എക്സെട്ര. ഇങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അവൈലബിലിറ്റിയും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എൻ്റർപ്രണറിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു.
Then government policy. The socio-political and economic policy of the government inhibit or foster entrepreneurial growth. ഗവൺമെൻറ്റിൻ്റെ പോളിസി നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എൻ്റർപ്രണറിയൽ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Then in remote area where nobody could have heard about the machines and factories, one can find giant steel mills and other manufacturing plants today. അല്ലേ, അതിനെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. റിമോട്ട് ഏരിയയിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അർബൻ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയും എൻ്റർപ്രണറിയൽ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Okay, these are the various economic factors: infrastructure facilities, availability of capital, availability of material and know-how, labor condition, market, support system, government policy. Then the last one is personality factor. An entrepreneur should have some inborn quality along with acquired quality, that is his personality. അദ്ദേഹത്തിന് കുറച്ച് ഇൻബോൺ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അദ്ദേഹം അക്വയർ ചെയ്ത ക്വാളിറ്റി മാത്രമല്ല, ഇൻബോൺ ആയിട്ടുള്ള ചില ക്വാളിറ്റീസും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സക്സസ്സിനെ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പേഴ്സണാലിറ്റി. ദ പേഴ്സണാലിറ്റി കംപ്രൈസസ് ഓഫ് ദ പേഴ്സൺ, ഹിസ് സ്കിൽ, സ്റ്റൈൽ ആൻഡ് മോട്ടീവ്സ്. ഇതെല്ലാം കൂടി കൂടുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദി അൾട്ടിമേറ്റ് സക്സസ് ഓഫ് എ ന്യൂ വെഞ്ചർ largely depends upon the psychological makeup or personality of the entrepreneur. ആ വ്യക്തിയുടെ സ്കിൽ എന്താണ്, സ്റ്റൈൽ എന്താണ്, മോട്ടീവ് എന്താണ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സക്സസ്സിന് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇൻഡിപെൻഡൻസ്. An entrepreneur works out plan on his own, search and explore resources and experiences and use inner urge to make enterprise a success instead of waiting for suggestion or direction from others. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഓൾവേസ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്ത് അത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കണം. ദെൻ അദ്ദേഹത്തിൻ്റെ ഇന്നർ എർജിൽ നിന്നുകൊണ്ട് അദ്ദേഹം വർക്ക് ചെയ്താൽ മാത്രമേ അദ്ദേഹം ആരായി മാറുന്നുള്ളൂ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണറായി മാറുന്നുള്ളൂ. അദ്ദേഹം ഒരിക്കലും മറ്റുള്ളവരുടെ ഡയറക്ഷന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, വെയിറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, കമ്പൽഷൻ. സെർട്ടൈൻ കമ്പല്ലിംഗ് റീസൺ ഓൾസോ ഫോഴ്സ് ദ പീപ്പിൾ ടു ബിക്കം ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ ആവാൻ സെർട്ടൈൻ കമ്പൽഷൻ ഫാക്ടർ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അൺഎംപ്ലോയ്മെൻറ്റ്, ഇല്ലേ, ജോലി ഇല്ലായ്മ, ആ ഒരു വ്യക്തിയെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, എൻ്റർപ്രണർഷിപ്പിലേക്ക് ലീഡ് ചെയ്യുന്നു. ടു യൂസ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളേജ് ആൻഡ് സ്കില്ല്, പ്രൊഫഷണൽ നോളേജും ടെക്നിക്കൽ സ്കില്ലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓർ ടു പുട്ട് ദി ഐഡിൽ ഫണ്ട് ടു യൂസ്, കുറേ എമൗണ്ട് പൈസ ഉണ്ട് കയ്യിൽ, അത് യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ സെർട്ടൈൻ കമ്പൽഷൻ ഫാക്ടറും എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, entrepreneurial ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ 3 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, പേഴ്സണാലിറ്റി ഇറ്റ്സെൽഫ്. പേഴ്സണാലിറ്റി ഈസ് ദ കോമ്പോസിഷൻ ഓഫ് പേഴ്സൺ, ഹിസ് സ്കിൽ, സ്റ്റൈൽ ആൻഡ് മോട്ടീവ്. സെക്കൻഡ് വൺ, ഇൻഡിപെൻഡൻസ്. ആൻഡ് തേർഡ് വൺ, കമ്പൽഷൻ. These are the 5 factors influencing entrepreneurial growth. Okay, thank you.